പ്രഭാസിന്റെ കൽക്കി ഇന്ത്യ മുഴുവനും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ കൽക്കി പുരാണം മുഴുവനും പറയാതെ കൽക്കി ആരാണ് എന്താണ് എന്നതിന്റെ ജസ്റ്റ് ബ്രീഫ് എന്ന് പറയാൻ ഞാൻ നോക്കാം. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിന്റെ 10ാമത്തേതും അവസാനത്തേതുമായ അവതാരമാണ് കൽക്കി എന്ന് പറയപ്പെടുന്നത്. കൽക്കി എന്ന വാക്കിന്റെ അർത്ഥം അനശ്വരത, വെളുത്ത കുതിര എന്നൊക്കെയാണ്. മാലിന്യത്തെ അകറ്റുന്നവൻ എന്നർത്ഥമുള്ള കൽക്ക എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് കൽക്കി എന്ന വാക്കുണ്ടായതെന്നും കരുതപ്പെടുന്നു. കലിയുഗത്തിന്റെ അവസാനം ഭഗവാൻ മഹാവിഷ്ണു കൽക്കി എന്ന അവതാരം എടുക്കുമെന്ന് പല പുരാണങ്ങളും പ്രവചിക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ഇഹലോകവാസം വിടിഞ്ഞതോടെ കലിയുഗം ആരംഭിച്ചു. കലിയുഗത്തിൽ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മത്തിന് ഉയർച്ചയുണ്ടാകുകയും ചെയ്യും. മനുഷ്യർ സത്യവും ധർമ്മവും ഉപേക്ഷിച്ച് അധാർമികമായ ജീവിതം നയിക്കും. ഭരണാധികാരികളുടെ ലക്ഷ്യം പണം മാത്രമാകും. ക്ഷാമം, സാംക്രമിക രോഗങ്ങൾ, വരൾച്ച, കൊടുങ്കാറ്റ് എന്നിവയാൽ ജനം കഷ്ടപ്പെടും. അങ്ങനെ കാലദോഷത്തിന്റെ പാരമ്യത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി വിഷ്ണു ശംഭലം എന്ന ഗ്രാമത്തിലെ ഒരു തമിഴ് കുടുംബത്തിൽ കൽക്കിയായി ജനിക്കും. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് വർണ്ണാശ്രമ ധർമ്മങ്ങളും പിന്നീട് പുരുഷാർത്ഥങ്ങളും വീണ്ടെടുക്കും, പുനഃസ്ഥാപിക്കും അതോടുകൂടി കലിയുഗം അവസാനിക്കും. പവിത്രതയുടെയും ധാർമ്മികതയുടെയും യുഗമായിട്ടുള്ള സത്യയുഗം അഥവാ കൃതയുഗം ആരംഭിക്കുകയും ചെയ്യും. ഒടുവിൽ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി കൽക്കി വിഷ്ണുവിൽ ലയിക്കും എന്നതാണ് ഐതിഹ്യം. കൽക്കിയുടെ ജനനം എന്ന് നടക്കുമെന്നോ ധർമ്മ പുനഃസ്ഥാപനം എന്ന് നടക്കുമെന്നോ കൃത്യമായ വിവരങ്ങളില്ല എങ്കിൽ പോലും കൽക്കി പുരാണത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കഥകളുണ്ട്. ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൽക്കി പുരാണം നമുക്ക് ചെയ്യാം.